കുട്ടികൾക്ക് ഫ്രണ്ട്ലി PSCയുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങളുടെ LP-UP സിലബസിൽ 3 സെക്ഷനാണ് മലയാളത്തിനുള്ളത്. സാഹിത്യപരം, ഭാഷാപരം, ബോധനശാസ്ത്രം. അതിൽ രണ്ടാമത്തെ സെക്ഷനായ ഭാഷാപരമാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭാഷാ ചരിത്രം, ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം 10ാം നിലവാരത്തില്, പദശുദ്ധി സന്ധ്യകാര്യങ്ങൾ ഉൾപ്പെടെ പദങ്ങള് സമാസിക്കലും വിഗ്രഹിക്കലും, വാക്യരൂപങ്ങളുടെ പ്രകാരം, അനുപ്രയോഗം, കാലം, ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് എടുത്തു. അത് ഫ്രണ്ട്ലി PSCയുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. LP-UP ഭാഷാപരം എന്നുള്ളത് കാണാത്തവര് കാണണം. അപ്പൊ ഇന്ന് നമ്മൾ ഇതില് വാക്യഘടനയും വാക്യശുദ്ധിയുമാണ് എടുക്കാൻ പോകുന്നത്. പൊതുവെ ഭാഷയ്ക്ക് 3 തലങ്ങളുണ്ട്. 1 സ്വരഘടന, 2 രൂപഘടന, 3 വാക്യഘടന. അപ്പോ വാക്യഘടനയെ പറ്റിയാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ കേറ്ററ്റില് സ്വനഘടനയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്വനം, രൂപിമം, സ്വനിമം തുടങ്ങിയ ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലായിട്ട് എടുക്കാം. അപ്പൊ ഇന്ന് നമുക്ക് വാക്യഘടനയിലേക്ക് പോവാം. ഇനി നമുക്ക് എന്താണ് വാക്യം എന്ന് നോക്കാം. അതായത് ആകാംക്ഷയ്ക്കെല്ലാം പൂർത്തി വരുന്ന വിധത്തിൽ ഒരു സംഗതിയെ പൂർണ്ണമായി വിവരിക്കുന്ന പദക്കൂട്ടാണ് വാക്യം. AR രാജരാജവർമ്മ പറഞ്ഞതാണ്. അപ്പൊ ആകാംക്ഷയ്ക്കെല്ലാം പൂർത്തി വരുന്ന രീതിയിൽ നമ്മളൊരു സംഭവം അവതരിപ്പിക്കുകയാണെങ്കിൽ അത് വാക്യമാണ്. അപ്പൊ ആകാംക്ഷ പൂർത്തീകരിച്ചാൽ അത് വാക്യമാണ്. അപ്പൊ എന്താണ് ഈ ആകാംക്ഷ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത്? ഞാനൊരു വാക്യം പറയാൻ പോവാണേ. ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥയാണ് കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ച കാവ്യം. ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? ചെറുശ്ശേരി നമ്പൂതിരിയാണ് കൃഷ്ണഗാഥ എഴുതിയെന്ന് മനസ്സിലായി. ഭക്തി പ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ച കാവ്യം കൃഷ്ണഗാഥയാണെന്ന് മനസ്സിലായി. ഇതൊന്നും പറയാതെ ഞാൻ കൃഷ്ണഗാഥ എന്ന് മാത്രം നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കും? കൃഷ്ണഗാഥ ആരാണ് എഴുതിയെന്ന് ചിന്തിക്കും. കൃഷ്ണഗാഥ എന്താണെന്ന് ചിന്തിക്കും. പിന്നെ ഭക്തി പ്രസ്ഥാനം പഠിപ്പിച്ചപ്പോൾ അവിടെ കൃഷ്ണഗാഥ എന്തിനാ ഇപ്പൊ പറഞ്ഞതെന്ന് ചിന്തിക്കില്ലേ? അപ്പൊ അത്ര ആകാംക്ഷ നിങ്ങൾക്ക് മനസ്സിലുണ്ടായി. എന്നാല് നിങ്ങളുടെ മനസ്സില് രണ്ടാമത് കൃഷ്ണഗാഥ എന്ന് പറഞ്ഞപ്പോൾ മാത്രം ഉണ്ടായി ഈ ആകാംക്ഷയൊക്കെ പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം. എന്ത്? ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥയാണ് കേരളത്തില് ഭക്തി പ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ച കാവ്യം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിൽ നിന്ന് രണ്ടാമത് നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ആകാംക്ഷകളെ എല്ലാം ഫുൾഫിൽ ചെയ്തു അല്ലെ? അപ്പൊ ഇത്തരത്തിൽ ആകാംക്ഷയൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന പദക്കൂട്ടാണ് വാക്യം എന്നാണ് AR പറഞ്ഞേക്കുന്നത്. എന്താണ് വാക്യം എന്ന് മനസ്സിലായല്ലോ? അപ്പൊ ഈ ഭാഷാശാസ്ത്രത്തില് അല്ലെങ്കിൽ ഭാഷയില് ഇതിനൊക്കെ ഓരോ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, ചില നിയമങ്ങളൊക്കെ ഉണ്ട്. വാക്യത്തില് അല്ലെങ്കിൽ വ്യാകരണത്തില് നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തില് നമ്മള് വാക്യത്തെ പഠിക്കാൻ പോവാണ്. ഇപ്പോ വാക്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? കുറെ പദങ്ങൾ ചേർന്നതാണ് വാക്യം. അതുകൊണ്ടാണ് വാക്യം പദസംഘാതമാണ് എന്ന് പറയുന്നത്. സംഘാതം എന്ന് വെച്ചാൽ കൂട്ടം നേർത്തോളൂ. അപ്പൊ വാക്യം എന്ന് പറയുന്നത് പദസംഘാതമാണ്. ഇനി വാക്യഘടനയിലേക്ക് കയറാൻ പോവാണ്. അതായത് രൂപഘടനയെ ആസ്പദമാക്കിയിട്ട് നമ്മള് വാക്യങ്ങളെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ രൂപത്തെ ആസ്പദമാക്കി എങ്ങനെയാ തിരിക്കുന്നതെന്ന് വെച്ചാല് 1 പൂർണ്ണവാക്യം, 2 ലഘുവാക്യം. അപ്പൊ പൂർണ്ണവാക്യം എന്ന് പറയുമ്പോ എന്തൊക്കെയോ പൂർണ്ണതകളുണ്ട്. എന്താന്ന് വെച്ചാല് പൂർണ്ണവാക്യത്തില് ഒരാഖ്യയും കാണും, ഒരു ആഖ്യാതവും കാണും. അതെന്തോ സാധനമാ? ആഖ്യ എന്താണ്? ആഖ്യാതം എന്താണ്? നമ്മൾ എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് അത് ആഖ്യയാണ്. ആ സംഗതിയെ പറ്റി എന്താണ് പറയുന്നത് അത് ആഖ്യാതമാണ്. ഉദാഹരണത്തിന് ആര്യ നന്നായിട്ട് പഠിപ്പിക്കുന്നു. അതില് ആര്യ എന്നത് ആര്യനെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. ആര്യ ആഖ്യാണ്. ആര്യയെ പറ്റി നമ്മൾ എന്തോ പറഞ്ഞത്? നന്നായിട്ട് പഠിപ്പിക്കുന്നു എന്നാ പറഞ്ഞല്ലേ? സ്വയം പോക്കുകയാണ്. ഇപ്പൊ എന്താ? അപ്പൊ നന്നായിട്ട് പഠിപ്പിക്കുന്നു എന്നത് എന്താ? ആഖ്യയെ കുറിച്ച് എന്താണോ പറഞ്ഞത് അത്, അതായത് ആഖ്യാതമാണ്. മനസ്സിലായോ? ആഖ്യാതം എന്ന് മനസ്സിലായോ? അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടൊരു ആശയം കിട്ടുകയാണ്. ഞാൻ പറഞ്ഞ വാക്യം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ഒരു പൂർണ്ണവാക്യമാണ്. പൂർണ്ണവാക്യത്തിൽ എപ്പോഴും ഒരാഖ്യയും ആഖ്യാതവും കാണും. ഇനി അടുത്തതാണ് ലഘുവാക്യം. എന്തൊക്കെയോ കുറവുകളുണ്ട്, അതുകൊണ്ടാണല്ലോ ലഘു എന്ന് പറഞ്ഞത്. അതായത് ഘടനാപരമായി അവൻ പൂർണ്ണമല്ല, ഘടനാപരമായിട്ട് പൂർണ്ണമല്ലാത്ത വാക്യമാണ് ലഘുവാക്യം. പഠിച്ചോ? 2 പഠിച്ചോ? രൂപഘടനയെ ആസ്പദമാക്കിയിട്ടുള്ള വാക്യത്തിന്റെ പ്രധാന തിരിവാണ് നമ്മളിപ്പോ പഠിച്ചത്.
ഇനി പൂർണ്ണമല്ലാത്ത ലഘുവാക്യം പല ടൈപ്പ് ഉണ്ട്. പ്രധാനമായിട്ട് 3 തരം ലഘുവാക്യങ്ങളുണ്ട്. അവന്റെ പേര് ഇത് ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചതൊന്നും പിന്നത്തേക്ക് വെക്കരുത്. മലയാളം നമ്മളെപ്പോഴും ക്ലാസ്സിൽ വെച്ചിട്ട് വിത്ത് കോഡ് പഠിക്കും. ഇതിന് പക്ഷെ കോഡൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. എന്നോടൊപ്പം പഠിക്കുക. മലയാളം അതല്ലേ ഫ്രണ്ട്ലി പേജ് കാണാൻ വരുമ്പോഴേ പഠിക്കാൻ തയ്യാറായിട്ട് വരും കേട്ടോ. എന്റെ വായിൽ നിന്ന് നിങ്ങളുടെ തലയിലേക്ക് കയറത്തക്ക രീതിയിൽ പഠിക്കാൻ തയ്യാറായിട്ട്. അപ്പൊ നോക്കിക്കേ, ലഘുവാക്യം എന്താ കുഞ്ഞു സാധനമായിരിക്കും, പഠിക്കാൻ എളുപ്പമല്ലേ. ലഘുവാക്യം പ്രധാനമായിട്ട് 3 എണ്ണമാണ് ഉള്ളത് കേട്ടോ. എന്തൊക്കെയാണ്? 1 സംബോധന, 2 ലുപ്തം, 3 വ്യാക്ഷേപകം. വ്യാക്ഷേപകം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ദ്യോതകത്തില് ഗതി, ഘടകം, വ്യാക്ഷേപകം, കേവലം പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പോ സംബോധന, അരേ, അഞ്ജലി, രാമ, ദേവ, അപ്പൊ എന്താ എന്ന് വിളിക്കും അല്ലെ. അതായത് നമ്മൾ അവരെ വിളിക്കുകയാണ്. അപ്പൊ വിളിക്കുകയാണ് എന്നൊരു ആശയം അവിടെ അവർക്ക് ഉണ്ട് അല്ലെ. ആര്യാന്ന് വിളിക്കുമ്പോ ആര്യാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാവില്ലേ? ആര്യക്ക് മനസ്സിലാവുന്നത് എന്നെ വിളിക്കുന്നുണ്ടെന്ന്. രാമനെ വിളിക്കുമ്പോ രാമന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് സംബോധനയിൽ വരുന്ന ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം ഏതിലാ വരിക? വാക്യത്തിലാ വരിക. അപ്പൊ സംബോധന ലഘുവാക്യമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ? രാമാന്ന് വിളിക്കുമ്പോ രാമനിയാണോ എന്താന്ന് പറഞ്ഞ് നിൽക്കുക, പക്ഷെ ബാക്കിയൊന്നും ഇല്ലല്ലേ. അതായത് ഇതില് ഒരു ആഖ്യാതമില്ല, ആഖ്യം മാത്രമേ ഉള്ളൂ സംബോധനയില്. ഇനി അടുത്താണ് ലുപ്തം. കണ്ടു, പോയി, വന്നു, ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഒരു ആശയം മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ എന്താ? ഒരു ആഖ്യാതമാണ്, പക്ഷെ ആഖ്യയില്ല. അപ്പൊ ലുപ്തം. അടുത്തത് വ്യാക്ഷേപകം. അപ്പോഴോ ഒരർത്ഥമില്ലേ? നീയൊക്കെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്നൊന്നുമില്ല എന്ന് എനിക്ക് അറിയാം, നോട്ടൊന്നും എഴുതാതെ പഠിക്കുന്നതെന്നൊക്കെ എനിക്ക് അറിയാം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലല്ല ഞാൻ മോളിയത്. അപ്പൊ അതിനൊരർത്ഥമില്ലേ? അപ്പൊ അത് വ്യാക്ഷേപകത്തിൽ വരിക. അപ്പൊ അയ്യോ, അപ്പൊ നിങ്ങള് ഈശ്വര മനസ്സിലാക്കിയല്ലോ, അയ്യോ എന്ന് വെക്കില്ലേ? അപ്പൊ അതിനൊരർത്ഥം. നിങ്ങളുടെ അയ്യോ വയ്ക്കുമ്പോ എനിക്ക് മനസ്സിലാവും, അവൻ എഴുതുന്നില്ല, പഠിക്കുന്നില്ല, മനസ്സിലാവില്ലേ? അർത്ഥമില്ലേ? അപ്പൊ അത് വ്യാക്ഷേപകം എന്ന വാക്യത്തിൽ വരുന്നതാണ്. അപ്പൊ ലഘുവാക്യങ്ങൾ പ്രധാനമായിട്ട് 3 എണ്ണം ഉണ്ട്. സംബോധന, ലുപ്തം, വ്യാക്ഷേപകം. പഠിച്ചില്ലേ? അപ്പൊ സംബോധനയില് ആഖ്യാതം ഉണ്ടാവില്ല, ലുപ്തത്തില് ആഖ്യം ഉണ്ടാവില്ല, വ്യാക്ഷേപകത്തിലോ ഇത് രണ്ടും ഉണ്ടാവത്തില്ല അല്ലെ. അപ്പൊ ആശയവിനിമയം സാധ്യമാക്കുന്നതിനാൽ ഇവന്മാരെല്ലാരും നമുക്ക് എന്തിൽ പെടുത്താം? വാക്യത്തിൽ പെടുത്താം. എന്നാൽ പൂർണ്ണമായ ഒരു ആശയമൊന്നും തരുന്നില്ല, എന്ന ഒരു ആശയവിനിമയത്തിന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പെടുത്തിയേക്കുന്നത്. പിന്നെ വ്യാകരണ സാധുവായ എല്ലാ വാക്യങ്ങളും പ്രയോഗ സാധുവായി കൊള്ളണം എന്നില്ല അല്ലെ. വാക്യത്തിന് ഒരു സ്റ്റാർ ഉണ്ട്, കണ്ടീഷൻ സപ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ആവും, ഇതെങ്ങനെ വാക്യത്തിൽ വരുന്നതാവും. അപ്പൊ അതിങ്ങനെ വാക്യത്തിലാവുന്ന വരാനായിട്ടാണ് ഈ ഒരു വ്യാകരണ റൂള്, വ്യാകരണത്തിൽ വരുന്ന ഒരു കാര്യം ഞാൻ അവിടെ എഴുതി കേൾക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി PSC പണ്ട് മഹാവാക്യം, കേവലവാക്യം, അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ക്വസ്റ്റ്യൻ ഇടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നോക്കാം. അപ്പൊ പൂർണ്ണവാക്യം പഠിപ്പിച്ചതോടുകൂടി ആഖ്യം എന്താണ്, ആഖ്യാതം എന്താണെന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ ആഖ്യ നാം എന്തിനെ പറ്റി സംസാരിക്കുന്നു, അത് ആഖ്യ. എന്താണോ സംസാരിക്കുന്നത് ആഖ്യാതം. ഇപ്പോ രാമൻ പാടുന്നു, രാമൻ ആഖ്യാണ്, പാടുന്നു ആഖ്യാതമാണ്. അടുത്തത് നിർദ്ദേശക വാക്യം എന്ന് പറയുമ്പോൾ എന്താ? ഒരു നിർദ്ദേശം, ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്ന രീതിയിൽ വരുന്ന വാക്യമാണ്. പേരിൽ നിന്ന് തന്നെ കിട്ടും നിർദ്ദേശക വാക്യം. ഒരു പ്രസ്താവനയുടെ അല്ലെങ്കിൽ ഒരു നിർദ്ദേശത്തിന്റെ രൂപത്തിൽ വരുന്ന വാക്യമാണ് എന്താ? നിർദ്ദേശക വാക്യം. സൂര്യൻ കിഴക്കുദിക്കുന്നു പതിവായിട്ട് വരുന്നതാണ്, പ്രസ്താവനയാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു, എല്ലാവരും സത്യസന്ധരായി ജീവിക്കണം, ഇതൊക്കെ എന്താ? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊക്കെ നിർദ്ദേശക വാക്യത്തിൽ വരുന്നതാണ്. അടുത്തത് നിയോജക വാക്യം അഥവാ അഭിലാഷിക വാക്യം. നിയോജക പ്രകാരം ഓർമ്മയുണ്ടല്ലോ അല്ലെ. അപ്പൊ അതുപോലെ നിയോജക വാക്യം എല്ലാം റിലേറ്റഡ് ആണ്, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ആജ്ഞ, ആശംസ, അനുജ്ഞ, അപേക്ഷ, പ്രാർത്ഥന എന്നിവയുടെ രൂപത്തിൽ പറയണമെന്ന വാക്യം. നിയോജക പ്രകാരത്തിലും അങ്ങനെ ആയിരുന്നു. വന്നാട്ടെ, പോയാട്ടെ അല്ലെ. ആജ്ഞ രൂപത്തിലൊക്കെ വന്നതിലല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ അതുപോലെ എല്ലാവർക്കും നന്മ വരട്ടെ, ദയവായി നിങ്ങൾ പോകരുത്, ദൈവമേ രക്ഷിക്കണമേ, ഞങ്ങൾ പഠിച്ചുകൊള്ളാം. ദൈവമേ രക്ഷിക്കണമെന്നൊക്കെ കേൾക്കുമ്പോൾ പ്രാർത്ഥക പ്രകാരമായിട്ടൊന്നും മിക്സ് ആക്കി കളഞ്ഞേക്കല്ലേ.
അപ്പൊ നിയോജക വാക്യം ഈ പറഞ്ഞ സാധനങ്ങൾക്ക് വന്നാല് നിയോജക വാക്യമായിരിക്കും. നിയോജകം കിട്ടിയല്ലോ, നിർദ്ദേശവും കിട്ടി, നിയോജകവും കിട്ടി. അടുത്തത് അനിയോഗിക വാക്യം. അനിയോഗ ചിഹ്നം എന്തുവാടാ? അനിയോഗ ചിഹ്നം അനുയോഗം അല്ല, അനുയോഗ ചിഹ്നം ക്വസ്റ്റ്യൻ മാർക്കിനല്ലേ പറയുന്നത് അനുയോഗ ചിഹ്നം എന്ന്. അപ്പൊ അനയോഗിക വാക്യം എന്തായിരിക്കും? ചോദ്യരൂപത്തിൽ വരുന്ന വാക്യമായിരിക്കും. അതിന് തന്നെ വേറെ പേരുണ്ട്, ചോദ്യവാക്യം, പ്രശ്നവാക്യം എന്നൊക്കെ. അപ്പൊ ചോദ്യരൂപത്തിൽ വരുന്ന വാക്യം. നീ പഠിച്ചു കഴിഞ്ഞോ? നീ ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ എവിടെ പോകുന്നു? അതൊക്കെ എന്താ? അനുയോഗ ചിഹ്നം ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ ലാസ്റ്റ് എന്തുണ്ടാവും? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതൊന്നും പി എസ് സി ചോദിക്കത്തൊന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പി എസ് സിക്ക് അറിയാം. അടുത്ത് നോക്കാം. ഇനി അടുത്തൊരു വിഭാഗമാണ് അംഗവാക്യവും അങ്കിവാക്യവും. നോക്കാം, അത് തമ്മിൽ തിരിഞ്ഞു പോകുന്നതാണ്, അതുകൊണ്ട് കോഡിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കണേ. അങ്കിവാക്യം, വള്ളിയുള്ളത്, അതായത് സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യമാണ് അങ്കിവാക്യം. അപ്പൊ സ്വതന്ത്രമായിട്ട് നിൽക്കും, പൂർണ്ണമായിട്ടൊരു ആശയം തന്നുകൊണ്ട് നിൽക്കുകയാണ് ആര്? അങ്കിവാക്യം. ഇനി കർത്താവും പൂർണ്ണക്രിയവും അതിലുണ്ടായിരിക്കും. അങ്കിവാക്യത്തെ പൂർണ്ണവാക്യം എന്നും വിളിക്കാറുണ്ട്. അപ്പൊ അങ്കിവാക്യം അല്ലെ, വള്ളിയൊക്കെ ഇട്ട് പൂർണ്ണമായിട്ടിരിക്കണ്ട, വള്ളിയൊക്കെ ഇട്ട് ഫുൾ ഒരുങ്ങി കഴിഞ്ഞ് വള്ളിയും കൂടെ ഇട്ട് സുന്ദരിയായിട്ടിരിക്കുന്ന വാക്യമാണ് ഫുള്ളായിട്ടിരിക്കുന്നത് അങ്കിവാക്യം. കുട്ടികൾ പഠിക്കുന്നു, പൂർണ്ണമായിട്ടൊരു ആശയം കിട്ടിയല്ലോ. രാധ പാട്ട് പാടുന്നു, പൂർണ്ണമായിട്ടുള്ളൊരു ആശയം കിട്ടിയല്ലോ, അങ്കിവാക്യം. ഇനി അടുത്തതാണ് അംഗവാക്യം. അപ്പൊ എന്താ? അംഗവാക്യത്തിൽ തന്നെ ഒരു കുറവുണ്ടെന്നാ, ഒരു വള്ളിയുടെ കുറവില്ലേ അല്ലെ? മറ്റത് അങ്കിയായിരുന്നു, ഒരുങ്ങിയിരിക്കുക. ഇതിലെന്താ? ഒരു വള്ളിയുടെ കുറവുണ്ട്. ആ ഒരു കുറവ് മൊത്തത്തിലുണ്ട് കേട്ടോ. നോക്കിയേ, ആശയം പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വാക്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന വാക്യമാണ് ആര്? അംഗവാക്യം. ഇപ്പൊ കുറവ് മനസ്സിലായോ? അതായത് അംഗവാക്യം പൂർണ്ണമല്ല, അവൻ ആശയം പൂർണ്ണമാക്കുന്നതിന് മറ്റൊരു വാക്യത്തെ അല്ലെങ്കിൽ ഒരു അങ്കിവാക്യത്തെ ചേർന്നിരിക്കണം. പഠിച്ചു. അപ്പൊ നമ്മുടെ അംഗവാക്യം അങ്കിവാക്യത്തെ ആശ്രയിച്ചാ നിൽക്കുന്നത്. ആശയം പൂർത്തിയാക്കാൻ അവന് സഹായം വേണം. ആരുടെ സഹായം? അങ്കിവാക്യത്തിന്റെ സഹായം വേണം. നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. ഉദാഹരണം പറയാണേ. അപ്പൊ അതില് നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പൊ നിങ്ങൾ ബാക്കി പറ അല്ലെ? നിങ്ങൾക്ക് തോന്നിയില്ലേ ബാക്കി പറയാന്ന്? നമ്മൾ ആ പൂർണ്ണക്രിയയുടെ കേസ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചപ്പോ പഠിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്കി പറയാന്ന് ഇങ്ങനെ കേട്ടിരിക്കുന്ന പോലെ ഇവിടെ ഞാൻ ഈ ഒരു വാക്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്കി എന്ത് ചെയ്യും എന്ന് തോന്നിയില്ലേ? അപ്പൊ അത്തരത്തില് പൂർണ്ണമായിട്ടുള്ള ഈ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ എന്നതാണ് അംഗവാക്യം. ഇനി ബാക്കി ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളോ ഓക്കെ പഠിപ്പിക്കാം, അല്ലാതെ മറ്റേതുപോലെ ബാക്കി പറ എന്ന് തോന്നില്ലല്ലോ ഞാൻ പഠിപ്പിക്കാം എന്ന് പറയുമ്പോൾ. അപ്പോ ഞാൻ പഠിപ്പിക്കാം എന്ന് പറയുന്നത് അങ്കിവാക്യമാണ്. ഇവന് പൂർണ്ണത കിട്ടണമെങ്കിൽ ആരും കൂടെ വേണം, ഈ അങ്കിവാക്യവും കൂടെ അവന്റെ കൂടെ ചേരണം. മനസ്സിലായല്ലോ? അംഗവാക്യവും അങ്കിവാക്യവും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് കണ്ടോ? നീ വന്നാൽ വന്നാൽ പുസ്തകം തരാം. അപ്പൊ എന്താ? നീ വന്നാൽ അംഗവാക്യം, പുസ്തകം തരാം അങ്കിവാക്യം. ഇനി ആശയ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ വാക്യങ്ങളെ വീണ്ടും തിരിക്കുന്നുണ്ട്. ചൂർണിക, സങ്കീർണവാക്യം, മഹാവാക്യം. പി എസ് സി ചോദിക്കാറുള്ളതാണ് കേട്ടോ ഇത്. ആദ്യത്തെയാണ് ചൂർണിക. അവനത് ഈ പേരിലും ചോദിക്കാറുണ്ട്. ഇത് കേവലവാക്യം എന്നുള്ള പേരിൽ, അതായത് സിമ്പിൾ സെന്റൻസ് എന്ന് പറയാം നമുക്ക്. അപ്പൊ ചൂർണിക അഥവാ കേവലവാക്യം എന്തായിരിക്കും? സാധാരണ ഒരു സെന്റൻസ് അല്ലെ? വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, അത് സാധാരണ ഒരു സെന്റൻസ്. കേവലം ഒരു ആശയത്തെ കുറിക്കുന്ന വാക്യമാണ്. അമ്മ വന്നു, കുട്ടി പഠിക്കുന്നു, അവൻ എഴുതുന്നു, ഞാൻ പഠിപ്പിക്കുന്നു. എന്താ? സിമ്പിൾ. അതാണ് കേവല വാക്യം അഥവാ ചൂർണിക എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? രാമൻ പഠിച്ചു, കുട്ടി സ്കൂളിൽ പോയി. ഇതെല്ലാം ഏതാണ്? ചൂർണിക കേവല വാക്യം അഥവാ സിമ്പിൾ സെന്റൻസ് ആണ്. അടുത്തത് സങ്കീർണ വാക്യം അഥവാ മിശ്രവാക്യം അഥവാ സങ്കീർണം എന്ന് പറയുമ്പോൾ തന്നെ കോംപ്ലക്സ് സെന്റൻസ്. എന്താന്ന് വെച്ചാല് ഒരു അങ്കിവാക്യം എന്തുവാ? വള്ളിയൊക്കെ ഇട്ട് പൂർണ്ണമായിട്ടിരിക്കുക, ഒരു പൂർണ്ണവാക്യം അല്ലെ? ഒരു അങ്കിവാക്യവും ഒന്നോ അതിലധികമോ അംഗവാക്യങ്ങളും ചേർന്നാണ് സങ്കീർണവാക്യം. അപ്പൊ സങ്കീർണവാക്യത്തിൽ എന്താ? പൂർണ്ണനായിട്ടുള്ളവൻ ഒന്നിൽ കൂടുതലുണ്ട് അല്ലെ? അപ്പൊ ഒന്നോ അതിലധികമോ അപൂർണമായിട്ടുള്ള അംഗവാക്യങ്ങളും ഒരു അങ്കിവാക്യവും ചേർന്നതാണ് ഏത്? കോംപ്ലക്സ് സെന്റൻസ് അഥവാ സങ്കീർണവാക്യം അഥവാ മിശ്രവാക്യം.
അധ്യാപകൻ ഉപദേശിച്ചിട്ടും അവൻ പരീക്ഷ എഴുതിയില്ല. ഇത് ഒരെണ്ണം വന്നിട്ടുള്ളതാ പറഞ്ഞേക്കുന്ന. അധ്യാപകൻ ഉപദേശിച്ചിട്ടും എന്ന് പറയുന്നത് ഏതാ? ഉപദേശിച്ചിട്ടും അത് പറ്റി തോന്നിയോ? അപ്പൊ ഇത് അംഗവാക്യമാണ്. അവൻ പരീക്ഷ എഴുതിയില്ല, ആശയം മനസ്സിലായി. അപ്പൊ ഏത് വാക്യമാ? അംഗീവാക്യമാണ്. അപ്പൊ ഇവിടെ ഒരു അംഗിയും വന്നിട്ടുണ്ട്, ഒരു അംഗവും വന്നേക്കുന്ന എക്സാമ്പിളാണ് തന്നേക്കുന്നത്. അതിന്റെ ഇപ്പൊ പൊതുവെ കോംപ്ലക്സിൽ കാണുന്നത് എങ്ങനെയാ? ഒരു അംഗിയും ഒന്നോ അതിലധികം അംഗവും വേണ്ടതാണ്. അടുത്തത് മഹാവാക്യം. മഹാ എന്ന് പറയുമ്പോൾ തന്നെ എന്താ? പൂർണ്ണനായിരിക്കും അല്ലെ? നോക്കാം. മഹാവാക്യം അഥവാ കോമ്പൗണ്ട് സെന്റൻസ് എന്താ സംഭവം? തുല്യ പ്രാധാന്യമുള്ള ഒന്നിലധികം അംഗീവാക്യം, പൂർണ്ണമായിട്ടുള്ള ഒന്നിലധികം അംഗീവാക്യങ്ങൾ ചേർന്നതാണ് മഹാവാക്യം. മൊത്തം എന്താ? അംഗീവാക്യം, അംഗീവാക്യം, അംഗീവാക്യം. ഗാന്ധിജി അഹിംസയിൽ അധിഷ്ഠിതമായ സമരമുറയായ സത്യാഗ്രഹം എന്ന ആശയം മുറുകെ പിടിച്ച് അതിലൂടെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. വായിച്ചു കഴിയുമ്പോൾ കേതയ്ക്കും അല്ലെ? എന്നാൽ മൊത്തത്തിൽ എന്താ? പൂർണ്ണമായിട്ടുള്ളൊരു ആശയമാണ് അല്ലെ? വലിയൊരു സെന്റൻസാ പറഞ്ഞത്. മൊത്തം എന്താ? അങ്കി 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 അങ്കിയ. അതാണ് മഹാവാക്യം അഥവാ കോമ്പൗണ്ട് സെന്റൻസ്. ഇത്ര വലിയ സെന്റൻസ് ഒന്നും പരീക്ഷയ്ക്ക് വരത്തില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇന്ന് പഠിപ്പിച്ച വാക്യങ്ങളൊക്കെ ഇല്ലേ, അത് ഞാൻ പറഞ്ഞ ഇങ്ങനെ ആലോചിച്ചെടുത്താൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും കേട്ടോ. അത് പരീക്ഷയുടെ തലേദിവസം നോട്ട് വായിച്ചിട്ട് പോയാലൊന്നും നടക്കില്ല. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കണേ. ഞാൻ നമ്മുടെ ഫ്രണ്ട്ലി പീസ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ഇങ്ങനെ കൈയും കാലൊക്കെ ഇട്ട് ആംഗി കാണിക്കുന്നതും എന്റെ എക്സ്പ്ലനേഷൻ സ്റ്റൈലൊക്കെ വെച്ചിട്ട് നിങ്ങൾ അപ്പൊ തന്നെ അത് സ്പോട്ടിൽ പഠിക്കണം. അതിപ്പോ എന്ത് വലിയ സബ്ജക്റ്റ് ആയാലും നമ്മള് മലയാള വ്യാകരണത്തിന് വലിയ വലിയ കട്ടിയുള്ള സന്ധി സമാസം ഒക്കെ പുല്ല് പോലെയല്ലേ പഠിച്ചത്. പെട്ടെന്ന് കുഞ്ഞു പിള്ളേർ 6ലും 5ലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോ നിങ്ങളിൽ ചിലര് കമന്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഓർത്തിരിക്കുന്നില്ല. ഞാൻ എന്തോരം സിമ്പിൾ ആയിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഓർത്തിരിക്കാത്തത് എന്റെ കുഴപ്പമല്ല, നിങ്ങൾ പഠിക്കാത്ത കുഴപ്പമായിട്ട്. എല്ലാവരും അല്ല, ഒരു 95% പേര് നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്ന് എനിക്കറിയാം. എനിക്ക് കമന്റ്സ് ഇഷ്ടം പോലെ വരാറുണ്ട്, പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട്. അപ്പൊ ഞാൻ ഈ ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എന്നറിയാം. അപ്പൊ നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ചിരുന്നാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അപ്പൊ പഠിക്കണേ, തെറ്റിക്കുന്നു. മലയാളത്തിന് എല്ലാവരും 10ൽ 10, അതാണ് എന്റെ സ്വപ്നം കേട്ടോ. 10ൽ 10, ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 20ൽ 20. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ ഇനി നിങ്ങളുടെ സിലബസിൽ വാക്യഘടന പറഞ്ഞു. വാക്യഘടനയിൽ ഇത്രയൊക്കെയാണ്. പിന്നെ ഈ വാക്യഘടന തന്നെ ഭാഷാശാസ്ത്രവുമായിട്ട് ബന്ധിപ്പിച്ച് കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ പേരുണ്ട്. അത് നിങ്ങൾക്ക് വേണോ വേണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അത് അവരുടെ പേര് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ സിലബസിൽ. പിന്നെ വാക്യ ശുദ്ധി പറഞ്ഞിട്ടുണ്ട്. വാക്യശുദ്ധി പഴയ ക്ലാസ് ഞാൻ ഇതിലേക്ക് എഡിറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഇപ്പൊ ഇത് വാങ്ങാത്തവര് വേഗം വാങ്ങിച്ചോ കേട്ടോ. വാട്സപ്പ് ചെയ്താൽ മതി. ഇതിന്റെ ക്ലാസ്സും കിട്ടും നിങ്ങൾക്ക് 1 വർഷം വാലിഡിറ്റിയിൽ, സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വാക്യശുദ്ധിയിലേക്ക് കടക്കാം. വാക്യശുദ്ധിയിൽ നിന്ന് വന്നൊരു ചോദ്യമാണ് ഇന്ന് ആദ്യം പറയുന്നത്. ആ ചോദ്യം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദിച്ചത്, 9ാം ക്ലാസ്സിൽ നിന്ന്. അപ്പോ ചോദ്യം ഇതാണ്: ഏത് വിചാരണ നേരിടാനും സന്നദ്ധമാണെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ സന്നദ്ധമാണെന്ന് അയാൾ പറഞ്ഞു എന്നുള്ളത് SCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന വാക്യമാണ്. അപ്പൊ അത് ചെറിയ വ്യത്യാസം വരുത്തിയാണ് നമ്മൾ PSC പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. അപ്പോൾ ഇത് ശരിയാക്കി എഴുതുന്നത് എങ്ങനെയാണ്? ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധമാണെന്ന്. അപ്പോ നമ്മുടെ കാര്യം പറയുമ്പോൾ സന്നദ്ധനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോ ഒരാളെ സംബന്ധിച്ച കാര്യം പറയുമ്പോൾ സന്നദ്ധനാണെന്ന് പറഞ്ഞാൽ മതി, സന്നദ്ധമാണെന്ന് പറയണ്ട. ഇനി PSC ഉത്തരം നമുക്ക് നോക്കാം. ഏത് വിചാരണയും നേരിടാൻ തയ്യാറാണ്, അതല്ല. അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിചാരണ നേരിടാമെന്ന്. വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരി ഉത്തരം. അപ്പോ ഓപ്ഷൻ C ആണ് ശരി. ഇനി നമുക്ക് ഈ വാക്യശുദ്ധിയിൽ കുറച്ച് നിയമങ്ങളുണ്ട്. അപ്പൊ നിയമങ്ങൾ ആദ്യം പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് തരുന്ന ഒരു വാക്യത്തില് നമുക്ക് അറിയാവുന്ന നിയമങ്ങളിൽ വല്ല തെറ്റുവാണോ എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഈ നിയമങ്ങൾ പഠിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മലയാളത്തിൽ കണ്ടുവരാറുള്ള തെറ്റ് നോക്കാം. എന്തൊക്കെ തെറ്റുകളാണ് എന്ന് പഠിച്ചു വെച്ചതിന് ശേഷം മുൻകാല ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ, അതായത് വായുമൊഴിയിൽ ഇഷ്ടംപോലെ നമ്മൾ വ്യാകരണ പിശകുകൾ വരുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഇതൊക്കെ പറയാറുള്ളതാണല്ലോ, ശരിയാണല്ലോ എന്ന് തോന്നും. അപ്പോൾ
അങ്ങനെ വരാതിരിക്കാൻ, കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് നമ്മൾ ആദ്യം തന്നെ എന്തൊക്കെ തരം തെറ്റുകളാണ് നമ്മൾ വാക്യത്തിൽ പ്രയോഗിക്കുന്നത് നോക്കാം. പ്രധാനമായിട്ട് വരുന്ന തെറ്റുകളാണ് പൗനരുക്ത്യം, പദദോഷം, പ്രക്രമഭംഗം, സമുച്ചയദോഷം, സംഖ്യാശബ്ദം. അപ്പൊ ആദ്യം തന്നെ എന്താണ് പൗനരുക്ത്യം അഥവാ പുനരുക്തിയിൽ വരുന്ന തെറ്റെന്ന് നോക്കാം. അതായത് ചില വാക്യത്തില് നമ്മള് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ വീണ്ടും വീണ്ടും പ്രയോഗിക്കാറുണ്ട്. അത് തെറ്റാണ്. അതുകൂടാതെ ഓൾറെഡി നമ്മുടെ വാക്യത്തില് നേരിട്ടോ അല്ലാതെയോ വരുന്ന അർത്ഥം നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതും തെറ്റാണ്. പൗനരുക്ത്യം പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ വരാറുണ്ട്. ശബ്ദ പൗനരുക്ത്യവും അർത്ഥ പൗനരുക്ത്യം. ഒരേ വാക്ക് വീണ്ടും ആവർത്തിച്ചു വന്നാൽ അത് ശബ്ദ പൗനരുക്ത്യം. ഒരേ ആശയം വീണ്ടും ആവർത്തിച്ചു വന്നാൽ അർത്ഥ പൗനരുക്ത്യമാണ്. അപ്പൊ നമുക്ക് മുൻകാല ചോദ്യങ്ങൾ നോക്കാം. അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. ശരിയാണോ അത്? അടുത്ത സെന്റൻസ്, അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. അപ്പോ ആദ്യത്തെ സെന്റൻസ് തെറ്റാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനേക്കാൾ എന്നതിന്റെയും കവിഞ്ഞത് എന്നതിന്റെയും ഒരേ അർത്ഥമാണ്. ഒരേ അർത്ഥമുള്ള വാക്ക് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് പൗനരുക്ത്യത്തിലെ തെറ്റാണ്. അപ്പൊ ഇതാണ് ശരി. അടുത്തത്, വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു. വേറെ ഗത്യന്തരമില്ലാതെ, അത് ശരിയാണോ? ഈ ഗത്യന്തരം എന്ന് വെച്ചാൽ എന്താ? വേറെ മാർഗമേ ഇല്ല, അതാണ് ഗത്യന്തരം. അപ്പൊ വേറെ ഗത്യന്തരം എന്ന് പറയുന്നത് തെറ്റാണ്. എന്ത് പറഞ്ഞാൽ മതി? ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്തതാണ് ആശയം കൊണ്ടുവരുന്ന പൗനരുക്ത്യത്തിലെ തെറ്റ്. രാഷ്ട്രപതി തന്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. രാഷ്ട്രപതി തന്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. ശരിയാണോ? തന്റെ പത്നിയോടൊപ്പം എത്തിച്ചേരാമല്ലോ അല്ലെ? പക്ഷേ രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ മതി. എന്തായാലും രാഷ്ട്രപതി വേറെ ആരുടെയെങ്കിലും പത്നിയുമായിട്ട് വരുമോ? ഇല്ലല്ലോ, സ്വന്തം പത്നിയായിട്ടല്ലേ വരുള്ളൂ. അപ്പൊ തന്റെ പത്നിയാണെന്ന് അവിടെ ഇങ്ങനെ എടുത്തെടുത്ത് പറയണ്ട. അപ്പൊ അതെന്താണ്? ആശയം കൊണ്ട് വരുന്നുണ്ട് അവിടെ, സ്വന്തം പത്നിയാണെന്ന്. പിന്നെ നമ്മൾ തന്റെ എന്നെടുത്ത് പറയേണ്ടത് കാര്യമുണ്ടോ അവിടെ? ഇല്ല. അപ്പൊ തന്റെ പത്നി വേണ്ട, രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്തത്, കുട്ടിയുടെ കാലിലെ പാദസരം പോയി. ആ കുട്ടിയുടെ കാലിലെ പാദസരം പോയി, അതിനെന്താ? അപ്പൊ അതെന്താണ്? കാലിലെ പാദസരം. പാദസരം എന്ന് വെച്ചാൽ എന്താണ്? പാദത്തിൽ സരിക്കുന്നതാണ് പാദസരം. പാദസരം കാലിലല്ലാതെ പിന്നെ തലയിലിടും. പാദത്തിലാണ് ഇടുന്നതെന്ന് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ കാലിലെ പാദസരം എന്ന് പറയണോ? വേണ്ട. അപ്പൊ കുട്ടിയുടെ പാദസരം പോയി എന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്ത മുൻകാല ചോദ്യം, ആ സ്ത്രീയുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു. ആ സ്ത്രീയുടെ ധീരനായ പുത്രന് വീരചക്രം ലഭിച്ചു. അവിടെ വല്ല തെറ്റുണ്ടോ? തെറ്റുണ്ട്. എന്താണ്? സ്ത്രീയുടെ ധീരനായ പുത്രൻ അല്ലാതെ പേടിത്തൊണ്ടനായ പുത്രൻ ആരെങ്കിലും ധീരചക്രം കൊടുക്കുവോ? ഇല്ലല്ലോ. അപ്പൊ എന്താ വരുന്നേ? ആ സ്ത്രീയുടെ പുത്രന് വീരചക്രം ലഭിച്ചു. വീരചക്രം കിട്ടുന്നത് ധീരന്മാരാണ്. പിന്നെ ധീരന് കിട്ടിയെന്ന് പറയണോ? വേണ്ട. അപ്പോ ഇതൊക്കെ എന്താണ്? അർത്ഥം കൊണ്ട് വരുന്ന അല്ലെ, ആശയം ഓൾറെഡി ഉണ്ട്, എന്നിട്ട് നമ്മൾ വീണ്ടും പദങ്ങൾ ഉപയോഗിച്ച് തെറ്റിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പൗനരുക്ത്യം. അപ്പൊ ഒന്നാമത്തെ തെറ്റായ പൗനരുക്ത്യത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ പൊതുവെ ഇതിൽ കണ്ടുവരുന്ന തെറ്റുകളാണ്. എല്ലാവരും അവരവരുടെ യഥാസ്ഥാനത്തിരിക്കണം. ഇപ്പൊ അവരവരുടെ എന്ന് പറയുന്നതും യഥാസ്ഥാനം എന്നും പറയുന്നതും ഒരേ ആശയമാണ്. അപ്പൊ അത് തെറ്റാണ്. ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ മതി. പിന്നെ 100-ന് 90%. ഈ ശതമാനം എന്ന് പറയുന്നത് തന്നെ 100-നെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ 100-ന് 90% എന്ന് പറയണ്ട, അതിലും ഏതെങ്കിലും പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരാറുള്ള തെറ്റ്. അപ്പൊ വായിച്ചു നോക്കുമ്പോൾ ഈ പൗനരുക്ത്യത്തിലെ തെറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി നമുക്ക് അടുത്ത തെറ്റ് പദദോഷം നോക്കാം. അടുത്ത നമ്മളെ വാക്യശുദ്ധിയിലെ രണ്ടാമത്തെ തെറ്റായ പദദോഷമാണ് പഠിക്കുന്നത്. അപ്പൊ ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രണ്ട്ലി PSൽ ചെയ്തിട്ടിരിക്കുന്ന പദശുദ്ധിയുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് വരണം. അപ്പൊ എന്തൊക്കെ തരം തെറ്റുകളാണ് വരുന്നതെന്ന് മനസ്സിലാവും. അത് കോഡോട് കൂടിയാണ് ചെയ്തേക്കുന്നത്, പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അത് കാണാത്തവര് പ്ലേലിസ്റ്റിൽ പോയിട്ട് അത് കാണുക കേട്ടോ. അപ്പൊ രണ്ടാമത്തെ തെറ്റായ പദദോഷം കേൾക്കുമ്പോ തന്നെ അറിയാം പദത്തിന് തെറ്റാണ് അല്ലെ. അപ്പൊ അക്ഷര തെറ്റ് വരുന്നതാണ് രണ്ടാമത്തെ വാക്യശുദ്ധിയിൽ വരുന്ന തെറ്റ്. അപ്പോ മുൻകാല ചോദ്യം തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. അനുഗ്രഹീത പാട്ടുകാരനാണ് യേശുദാസ്. എന്തെങ്കിലും തെറ്റുണ്ടോ?
അനുഗ്രഹീത പാട്ടുകാരനാണ് യേശുദാസ്. തെറ്റാണ്. എന്താണ് ശരി? അനുഗ്രഹീതൻ എന്നല്ല പറയേണ്ടത്, പിന്നെ അനുഗ്രഹീതൻ എന്നാണ് പറയുന്നത്. ഏതൊരു ഫിലിം പോസ്റ്റർ കണ്ടിട്ട് അനുഗ്രഹം കുറെ പേര് മെസ്സേജ് ചോദിച്ചത് തെറ്റാണ്. അനുഗ്രഹീതൻ എന്നത് തെറ്റാണ്. അനുഗ്രഹീതനാണ് ശരി. അപ്പൊ അനുഗ്രഹീത പാട്ടുകാരനാണ് യേശുദാസ്. ഇതാണ് ശരി ഉത്തരം. അടുത്തത്, പാഠ്യപദ്ധതി ആധുനികവൽക്കരിക്കേണ്ടതാണ്. നമ്മൾ പ്രയോഗിക്കാറുണ്ട് അല്ലെ, പാഠ്യപദ്ധതി ആധുനികവൽക്കരിക്കേണ്ടതാണ്. എന്നാല് ശരിയായ പ്രയോഗം, ശരിയായ പദം ആധുനികീകരിക്കുകയാണ്. ഏതാണ്? ആധുനികീകരിക്കുക. ആധുനികീകരിക്കുക ഓർത്താൽ മതി കേട്ടോ. ആധുനികീകരിക്കുക, ആധുനികീകരിക്കുകയാണ് ശരി. രണ്ടാമത്തെ. അടുത്തത്, മന്ത്രി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അസന്നിഗ്ധമൊക്കെ സ്പെല്ലിംഗ് എല്ലാവർക്കും കുറച്ച് പ്രശ്നമാണ്. അതൊക്കെ നമ്മൾ പദശുദ്ധിയിൽ ഉണ്ട് കേട്ടോ. അപ്പൊ അസന്നിഗ്ധം എന്ന് എങ്ങനെയാ എഴുതുന്നത്? ഇങ്ങനെയാണോ എഴുതണ്ടേ? അല്ല. പിന്നെയോ അസന്നിഗ്ധം. ആദ്യം ചന്ദനത്തിന്റെ എന്താ, പിന്നെ യുദ്ധത്തിന്റെ ധ. അസന്നിഗ്ധം കേട്ടോ. ആദ്യം ചന്ദനത്തിന്റെ ഇന്ത, പിന്നെ യുദ്ധത്തിന്റെ ധ. അസന്നിഗ്ധം എന്നാണ് ശരി. വരുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ പദശുദ്ധി ക്ലാസ്സിൽ പോയി കാണാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത തെറ്റാണ് പ്രക്രമഭംഗം. കേൾക്കുമ്പോഴേ അറിയാം ക്രമഭംഗം. ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി കിടക്കുകയാണെന്നുള്ളത് അല്ലെ. നമുക്കറിയാം മലയാള ഭാഷയില് വാക്യഘടന എങ്ങനെയാണ്? കർത്താവ്, കർമ്മം, ക്രിയ. അപ്പോ കർത്താവ്, കർമ്മം, ക്രിയ. അതില് നാമവിശേഷണവും ക്രിയാവിശേഷണവും ഒക്കെ വരും അല്ലെ. അപ്പൊ ഇതിന്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തില് വാക്യഘടന, വാക്യത്തിന്റെ അർത്ഥം തന്നെ അങ്ങ് മാറിപ്പോകും. അപ്പൊ കർത്താവ്, കർമ്മം, ക്രിയ എന്നാണ് സാധാരണ മലയാളത്തിൽ വരേണ്ട പദത്തിന്റെ ഘടന. രാമൻ രാവണനെ കൊന്നു. എല്ലാവർക്കും അറിയാവുന്ന ഉദാഹരണമാണ്. രാമൻ രാവണനെ കൊന്നു. അപ്പൊ കർത്താവ് രാമനാണ്, കർമ്മമാണ് രാവണൻ. എന്താണ് കർമ്മം? നമ്മുടെ കൊന്നു എന്ന് പറയുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്നവനാണ് ആര്? കർമ്മം. അപ്പൊ ഇതേ ഓർഡറിൽ വരണം. പ്രവൃത്തി ചെയ്യുന്നവൻ, അത് കഴിഞ്ഞ് പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവൻ, അടുത്തത് ചെയ്ത പ്രവൃത്തി. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുമ്പോൾ എന്തൊക്കെ വ്യത്യാസം വരും? അർത്ഥം തന്നെ മാറിപ്പോകും. നമുക്കൊന്ന് നോക്കാം. മുൻകാല ചോദ്യമാണ്. വേറെയും പല ഉള്ളൂരിന്റെ കൃതികൾ എന്റെ കൈവശമുണ്ട്. വേറെയും പല ഉള്ളൂർ എന്ന് പറയുമ്പോ ഉള്ളൂര് കുറെ എണ്ണം ഉണ്ടെന്ന് അങ്ങ് തോന്നിപ്പോകും അല്ലെ. അപ്പോ അതെന്താണ്? ഇങ്ങനെ പദക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിന്റെ ഫലമായിട്ട് വന്ന അർത്ഥത്തിലെ പിഴവാണ്. ശരിക്കും എന്താ വരണ്ടേ? വേറെയും പല ഉള്ളൂര് എന്ന് പറയുമ്പോ കുറെ ഉള്ളൂര്. ശരിക്കും വരേണ്ടത് ഉള്ളൂരിന്റെ വേറെയും പല കൃതികള് എന്റെ കൈവശമുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോ തന്നെ കിട്ടും. നമുക്ക് മലയാളം അത്യാവശ്യം അറിയാവുന്നവരല്ലേ, നമ്മൾ സംസാരിക്കുന്ന ഭാഷയല്ലേ. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അയ്യോ ഇങ്ങനെ പറയില്ലല്ലോ, ഇങ്ങനല്ലേ പറയുള്ളൂ എന്ന് കിട്ടും. അതോർത്ത് പേടിക്കണ്ട. അടുത്തത്, വൃത്തികെട്ട രാധയുടെ വീട് തൂത്ത് വൃത്തിയാക്കി. കേൾക്കുമ്പോ രാധ ഭയങ്കര വൃത്തികെട്ട ആണെന്ന് തോന്നിപ്പോ അല്ലെ. ശരിക്കും എന്താ? വീടായിരിക്കും വൃത്തികെട്ടിട്ടുള്ളത് അല്ലെ. അപ്പോ ഇത് തെറ്റാണ്. എന്താണ് വരേണ്ടത്? രാധയുടെ വൃത്തികെട്ട വീട് തൂത്ത് വൃത്തിയാക്കിയാണ് ശരിയായിട്ട് വരേണ്ടത്. അപ്പോ ഇത് രണ്ടും കിട്ടിക്കാണുമല്ലോ. വാക്യശുദ്ധിയിലെ അടുത്ത തെറ്റാണ് സമുച്ചയ ദോഷം. അപ്പൊ സമുച്ചയം എന്താണെന്ന്, ഗതി എന്താണെന്നൊക്കെയുള്ള ക്ലാസ് ഞാൻ നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം വ്യാകരണ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്നൊക്കെ ഒന്ന് അറിയുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല എന്നാലും. ഇപ്പൊ ഫ്രണ്ട്ലി PSC ദ്യോതകം എന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് സമുച്ചയം, നിപാതം, അവ്യയം, ഗതി, ഘടകം എല്ലാം കിട്ടും. അപ്പോ ഈ പറയുന്ന ഗതിയുടെയും ഘടകത്തിന്റെയും ഒക്കെ പ്രയോഗം ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട് സംസാര ഭാഷയിൽ. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോ സമുച്ചയ ദോഷത്തിൽ വരുന്നത് ഈ കൂടി, ഒരു, എങ്കിൽ, പക്ഷേ എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പ്രയോഗിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പ്രയോഗിച്ചുകൂടാ, തെറ്റാണത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സമുച്ചയ ദോഷത്തില്. പശു ഒരു കുളമ്പുള്ള മൃഗമാണ്. Cow is a hoofed animal. പശു ഒരു കുളമ്പുള്ള മൃഗമാണ്. അതിലെന്താ തെറ്റ്? തെറ്റുണ്ട്. ഒരു കുളമ്പുള്ള എന്ന് പറയുമ്പോൾ പശുവിന് ഒരു കുളമ്പേ ഉള്ളെന്നായി പോകും. അപ്പൊ ഒരു ആവശ്യമില്ലാത്തടത്ത് പ്രയോഗിച്ചത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത്. അപ്പൊ പശു കുളമ്പുള്ള മൃഗമാണെന്ന് പറഞ്ഞാൽ മതി. ഒരു കുളമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ വെച്ച് തെറ്റിപ്പോകും. അടുത്തത്, ഞാൻ അവിടെയും പോകുമെന്നും അവനെ കാണുമെന്നും പറഞ്ഞു. അപ്പൊ ഈ ആവശ്യമില്ലാത്ത ഉമ്മെന്ന് പ്രയോഗിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഉമ്മിന്റെ പ്രയോഗം ആവശ്യമില്ല. അപ്പൊ അവിടെയും പോകുമെന്ന് വേണ്ട. എന്ത് മതി? ഞാൻ അവിടെ
പോകാമെന്നും അവനെ കാണാമെന്നും പറഞ്ഞു. ആവശ്യമില്ലാത്തവിടെ ചേർക്കണം. അവിടെയും എന്ന പ്രയോഗം വേണ്ട, അവിടെ എന്ന് മതി. ഇനി അടുത്തത് പറയുന്നത് എനിക്കും കൂടി കേൾക്കാം. പറയുന്നത് എനിക്കും കേൾക്കാം എന്ന് പറഞ്ഞാൽ മതി, ഈ കൂടി വേണ്ട. പറയുന്നത് എനിക്കും കേൾക്കാം എന്ന് പറഞ്ഞാൽ മതി. വാക്യശുദ്ധിയിൽ ചോദിക്കാറുള്ള അടുത്ത ഒരു തെറ്റാണ് സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റ്. അപ്പോ മുൻകാല ചോദ്യമാണ്, സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. ശരിയാണോ അത്? ഓരോ കുട്ടികളും എന്ന് പറയുന്നത്, അതായത് അവിടെ ഓരോ, അതായത് ഒന്നിനെ കുറിക്കുന്ന ഒരു സംഖ്യ ഉണ്ട് അല്ലെ. അപ്പൊ ഒന്നിനെ കുറിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിനെയല്ലേ കുറിക്കുള്ളൂ, അതായത് ഓരോ കുട്ടിയും എന്ന് വേണം പറയാൻ. അതിന്റെ കൂടെ ഓരോന്റെ കൂടെ നമ്മൾ ബഹുവചനം പറയാൻ പാടില്ല. ആ സംഖ്യക്ക് ഒരു വില കൊടുക്കണം നമ്മളല്ലേ. സംഖ്യ അവിടെ ഒന്നാന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പുറത്ത് പോയിട്ട് അല്ല കുറെ ഉണ്ട് എന്ന് പറയുന്ന പോലെ ആയി പോവില്ലേ ഇത്. അപ്പൊ ഓരോ കുട്ടിയും ആണ് ശരി, കള് വേണ്ട. ഓരോ കുട്ടിയും ശ്രദ്ധിക്കണം. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടിയും ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യമാണ്, ഓരോ കാഴ്ചകൾ കാണുന്നതിനിടെ അവർ പരസ്പരം ചിരിച്ചു. പരസ്പരം നോക്കി ചിരിച്ചു. അപ്പൊ അതിലെ തെറ്റേതാന്നാ ചോദിച്ചേക്കുന്നത്. ചിലര് പരസ്പരം എന്നൊക്കെ പറഞ്ഞ് തെറ്റ് എഴുതി വെക്കാറുണ്ട്. അപ്പൊ ശരിക്കും എന്താണ് തെറ്റ്? ഓരോ കാഴ്ചകൾ വേണ്ടല്ലേ. ഓരോ എന്ന് പറയുന്ന ആ സംഖ്യക്ക് നമ്മളൊരു വില കൊടുക്കണ്ടേ അല്ലെ. ഒന്നെന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് പോയാൽ കുറെ ഉണ്ടെന്ന് പറയുന്ന പോലെ ആയി പോയില്ലേ. അപ്പൊ ഓരോ കാഴ്ചയുമാണ് ശരി, ഓരോ കാഴ്ചയും. ഇനി അടുത്തത് കുറച്ച് വലിയ സംഖ്യകൾ വരുമ്പോ എങ്ങനെ നോക്കാം. തുലാഭാരത്തിനായി 100 തേങ്ങകൾ കൊണ്ടുവന്നു. അപ്പൊ അവിടെ ഇവർ പറയുന്നുണ്ട് 100 എണ്ണം ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. 100 എണ്ണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ പോയി തേങ്ങകൾ എന്ന് പറയേണ്ട കാര്യമില്ല. അതായത് ഓൾറെഡി 100 എന്ന് പറയുന്ന സംഖ്യ ബഹുത്വം പറയുന്നുണ്ട്. പിന്നെയും നമ്മൾ ഇവിടെ പോയി ഒരു ബഹുത്വം കൊടുക്കണ്ട. 100 തേങ്ങ എന്ന് പറഞ്ഞാൽ മതി. 100 തേങ്ങ, 2 ബുക്ക്, 5 ബുക്ക്, 2 വർഷം, 100 വർഷം, 100 വർഷങ്ങൾ എന്ന് നമ്മൾ പറയണ്ട. 100 തേങ്ങയാണ് ശരി, ഓരോ കാഴ്ചയാണ് ശരി, ഓരോ കുട്ടിയാണ് ശരി. അപ്പൊ സംഖ്യ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവരും ആദ്യം ഈ തെറ്റുകൾ എന്തൊക്കെയാന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ പഠിച്ച തെറ്റിലുള്ളത് വല്ലതുമാണോ ഈ ഓപ്ഷന്റെ അകത്ത് ഉള്ളത് എന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ 2022 സെപ്റ്റംബർ വരെ ഉള്ള വാക്യശുദ്ധികളെല്ലാം നമ്മളുടെ ബുക്കിലുണ്ട്. അതിനുശേഷം 2023 വരെയുള്ള വാക്യശുദ്ധിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോ മേളില് എക്സാം കോഡ് എഴുതിയിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോ താഴെ തന്നിട്ടുള്ള വാക്യത്തില് ശരി ഏതാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. കരുണയില്ലാത്ത വെറുതെയുള്ള പെരുമാറ്റം വ്യർത്ഥമാണ്. അപ്പോ വാക്യശുദ്ധി ക്ലാസ് എല്ലാരും കണ്ടല്ലോ. ഫ്രണ്ട്ലി PSC വാക്യശുദ്ധി എന്ന് അടിച്ചു കൊടുത്താൽ ക്ലാസ് കാണാം. അതിൽ പലതരം വാക്യദോഷങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. അർത്ഥ പൗനരുത്യം, ശബ്ദ പൗനരുത്യം, പദക്രമത്തിലെ ദോഷങ്ങൾ, ഇതൊക്കെ പഠിച്ചു. അപ്പൊ അതില് പൗനരുത്യം എന്ന് വരുന്ന ഭാഗത്തുള്ളതാണ് ഇതിലെ വാക്യശുദ്ധി. ഒരേ അർത്ഥം വരുന്ന പദം ഒന്നിലധികം പ്രാവശ്യം ഒരു വാക്യത്തിൽ പ്രയോഗിക്കുന്നത് തെറ്റാണ്, ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് തെറ്റാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ അതാണ് വന്നേക്കുന്നത്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ്. അപ്പോ ഈ വാക്യത്തിൽ വെറുതെ എന്നതും വ്യർത്ഥമാണെന്നതും ഒരേ അർത്ഥമാണ്. അപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റാണ്. അടുത്തത് കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്, അത് ശരിയാണ് അല്ലെ. ഇനി കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്, അതും ശരിയാണ്. ഇനി കരുണയില്ലാത്ത വെറുതെയുള്ള പെരുമാറ്റം, അപ്പൊ അവിടെ വീണ്ടും വെറുതെയും വ്യർത്ഥവും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 2ഉം 3ഉം ശരി. 2ഉം 3 ശരി, ഓപ്ഷൻ ബി ഉത്തരം. അടുത്തത് LDയുടെ ചോദ്യമാണ്. ശരിയായ വാക്യം കണ്ടെത്തുക. 3 പുസ്തകങ്ങൾ അയാൾ എഴുതി. അയാൾ 3 പുസ്തകം എഴുതി. അയാൾ പുസ്തകങ്ങൾ 3 എഴുതി, പുസ്തകങ്ങൾ 3 അയാൾ എഴുതി. അപ്പൊ ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ വാക്യശുദ്ധിയിൽ പഠിച്ച ഒരു റൂളാണ്. കർത്താവ്, കർമ്മം, ക്രിയ, അങ്ങനെ ഒരു ഘടനയുണ്ട് മലയാളത്തിലെ വാക്യത്തിന് അല്ലെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് വാക്യശുദ്ധിയിൽ അത് തെറ്റായിട്ടാ വരുക. അപ്പോ 3 പുസ്തകങ്ങൾ അയാൾ എഴുതി, കർത്താവ്, കർമ്മം, ക്രിയ വരണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ ഏതായിരിക്കും? അയാൾ 3 പുസ്തകം എഴുതി. പിന്നെ ഇവിടെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. 3 എന്ന സംഖ്യാവാചിയായ ശബ്ദത്തിനൊപ്പം പുസ്തകങ്ങൾ എന്നാണോ പുസ്തകം എന്നാണോ വേണ്ടേ?
3 എന്നത് ബഹുത്വം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് മതി? പുസ്തകം എന്ന് മതി. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം, 3 പുസ്തകം. അപ്പൊ അതിന്റെ റൂള് നമ്മളുടെ ടെക്സ്റ്റില് 36-ാമത്തെ പേജിൽ മാത്രമല്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന എല്ലായിടത്തും അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്നാൽ 36-ാമത്തെ പേജില് 216-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ഈ ബഹുത്വം വരുന്ന കേസില് ഈ സംഖ്യാവാചികൾ ഉപയോഗിക്കുന്ന എല്ലാ വ്യാകരണ റൂളുകളും എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ PSC ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതായത് 2 വീതം, ഈ 2, 3 വീതം, 3 ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സന്ദർഭമാണ്. അപ്പൊ ഞാനൊരു മുമ്മൂതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കുട്ടികൾക്ക് 3 പുസ്തകം വീതം കൊടുത്തു. തെറ്റാണ്. കുട്ടികൾക്ക് 3 പുസ്തകം വീതം കൊടുത്തു, തെറ്റ്. ഇനി ശരിയാക്കി പറയട്ടെ. കുട്ടികൾക്ക് 3 പുസ്തകം വീതം കൊടുത്തു, ശരി. കുട്ടികൾക്ക് 3 പുസ്തകം വീതം കൊടുത്തു, ശരിയാണ്. ഇനി മറ്റൊരു രീതിയിലും കൂടെ ശരിയാക്കി പറയാം. കുട്ടികൾക്ക് 3 പുസ്തകം കൊടുത്തു, ശരിയാണ്. കുട്ടികൾക്ക് 3 പുസ്തകം കൊടുത്തു. മനസ്സിലായല്ലോ അല്ലെ? അതായത് 3 വീതം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രയോഗിക്കുന്നത് തെറ്റാണ്. അതാണ് ഉദ്ദേശിച്ചത്. അടുത്തത് സംഖ്യാവാചികളായ വിശേഷണം വരുന്ന വാക്യമാണ്. നമുക്ക് നോക്കാം. ശരിയായിട്ടുള്ളത് ഏതാണ്? 10 മാങ്ങകൾ, 5 രൂപകൾ, 8 ദിക്ക്, 1000 സ്ത്രീകൾ. അപ്പൊ ഇവിടുത്തെ കേസില് 10 എന്ന സംഖ്യയോടൊപ്പം മാങ്ങകൾ എന്ന് ചേർക്കണ്ട. റൂള് ഞാൻ വായിക്കാം. പിന്നെ 5 രൂപകൾ എന്ന് വേണ്ട. 8 ദിക്ക് ശരിയാണ്. 1000 സ്ത്രീകളും ശരിയാണ്. അപ്പൊ നിങ്ങക്ക് വീണ്ടും സംശയം, അതെന്താ 1000 എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ത്രീകളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇവരുടെ കൂടെ എന്താ ഇത് ബഹുത്വം പറ്റൂല എന്ന് പറയുന്നതെന്ന് സംശയം വരും അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാൻ പോവാണ്. അപ്പോ റൂള് പറയാൻ പോവാണ്. സംഖ്യാവാചകമായ ഒരു വിശേഷണം ഉള്ളിടത്ത് നപുംസക ലിംഗത്തില് ബഹുത്വം ചേർക്കണ്ട. അപ്പൊ ഇതൊക്കെ നപുംസകമായിട്ടാ വരിക. അപ്പൊ ഇതൊക്കെ നപുംസകമായതുകൊണ്ട് അതിന്റെ കൂടെ എന്ത് വേണ്ട? ബഹുത്വം വേണ്ട. എന്നാൽ നപുംസകത്തിൽ തന്നെ വിശേഷണ ബുദ്ധി ഇല്ലാത്ത മൃഗങ്ങളെ അല്ലെങ്കിൽ ജീവികളെ പറയുന്ന കേസില് നമുക്ക് ഈ സംഖ്യാവാചികളായ ശബ്ദത്തോടൊപ്പം ബഹുത്വം ഉപയോഗിക്കുന്നതും ശരിയാണ്, ബഹുത്വം ഉപയോഗിക്കാത്തതും ശരിയാണ്. അപ്പോ PSC തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, പക്ഷെ അത് തെറ്റായിട്ടാ കൊടുത്തത്. അപ്പോ എത്ര ആയിരുന്നു? 100 ആനകൾ ചെരിഞ്ഞു, 100 ആന ചെരിഞ്ഞു എന്ന് പറഞ്ഞ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. 100 ആണോ എന്ന് ഓർമ്മയില്ല, പക്ഷെ ഡിജിറ്റ് ഇത്ര ആനകൾ ചെരിഞ്ഞു, ഇത്ര ആന ചെരിഞ്ഞു. അത് സത്യത്തെ അത് വ്യാകരണ നിയമപ്രകാരം രണ്ടും ശരിയാണ്. പക്ഷെ PSC അതിൽ ഏതോ ഒരു ഉത്തരം കൊടുത്തേ. ഇപ്പൊ അതൊക്കെ നമുക്ക് ഇന്നതല്ല ഇന്നതും വരും ക്യാൻസൽ ചെയ്യുന്നതിന് വേണമെങ്കിൽ റെഫറൻസ് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോ അതൊക്കെ എക്സാം എഴുതുന്നവർ അങ്ങനെയൊക്കെ കാണുമ്പോ റെഫറൻസ് ചോദിച്ച് വാങ്ങി അതൊക്കെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മള് നപുംസകമാണെങ്കിൽ ബഹുവചനം ഉപയോഗിക്കുന്നത് ബഹുവചനം ഉപയോഗിക്കാത്തതും ശരിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നപുംസകമല്ലാത്ത കേസ്, അപ്പൊ നപുംസകമായിട്ടുള്ള ഉദാഹരണം നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. 10 പശുക്കള്, 4 വണ്ടുകള്, 10 പശു 4 വണ്ട് ഒക്കെ ശരിയാണ്. അപ്പൊ ഈ സ്ത്രീകളുടെ കേസല്ലേ നമുക്ക് സംശയം. അതായത് നപുംസകമല്ല എന്നുണ്ടെങ്കിൽ, സ്ത്രീ നപുംസകമല്ലല്ലോ, നപുംസകമല്ലെങ്കിൽ 4 സ്ത്രീകളെന്ന് തന്നെ വേണം. അപ്പോ ഇതേ നമ്മുടെ ബുക്കിൽ ഇവിടെ 4 സ്ത്രീകളെന്ന് കൊടുത്തേക്കുന്നത്. ഇവര് 1000 സ്ത്രീകളെന്ന് ചോദിച്ചു. ഡിജിറ്റൽ മാത്രമേ വ്യത്യാസമുള്ളൂ, കണ്ടന്റ് സെയിം ആണ്. നമ്മുടെ എക്സ്പ്ലനേഷനിലുള്ളത് 36-ാമത്തെ പേജില്. അപ്പൊ 1000 സ്ത്രീകൾ ശരിയാണ്. എന്തുകൊണ്ടാ? റീസൺ എന്താ? നപുംസകമല്ലെങ്കിൽ സംഖ്യാവാചികളായ വിശേഷണത്തോടൊപ്പം നമുക്ക് ബഹുവചനം യൂസ് ചെയ്യാം, ബഹുവചനം ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി കാണുമല്ലോ. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. ഉത്തരം എന്താണ്? 2ഉം 4ഉം ശരി. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം കണ്ടെത്താം. നമുക്ക് നോക്കാം. ആശുപത്രിയുടെ ഉദ്ഘാടനം, ഉദ്ഘാടനമൊക്കെ ശരിയാണ് അല്ലെ? ഉദയത്തിന്റെ ദായും മേഘത്തിന്റെ ഖായും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കോഡാണ്. ഉദ്ഘാടനത്തിന് വിശിഷ്ട വ്യക്തിയെ നേരിട്ട് ചെന്നു കാണുകയും ക്ഷണനക്കത്ത് നൽകുക. ക്ഷണനം എന്ന മരണം എന്നാണ് അർത്ഥം. അപ്പൊ മരണക്കത്താണോ നമ്മൾ കൊടുത്തത്? അല്ലല്ലോ, അപ്പൊ തെറ്റിപ്പോയി. അപ്പൊ ഇത് വാക്യശുദ്ധിയില് അക്ഷരത്തെറ്റ് വന്നേക്കുന്ന കേസാണ്. ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന്, അപ്പൊ ഉദ്ഘാടനമൊക്കെ നോക്കിക്കോണം വേണ്ടി വിശിഷ്ട വ്യക്തിയെ നേരിട്ട് ചെന്ന് കാണുകയും ക്ഷണക്കത്ത് നൽകുകയും ചെയ്തു. ശരിയാണ്. ഇനി വേറെ നോക്കാം. ആശുപത്രി ഉദ്ഘാടനത്തിന് വേണ്ടി വിശിഷ്ട വ്യക്തിയെ നേരിട്ട് ചെന്ന് കണ്ടു, ക്ഷണനം, തെറ്റ്.
ഇവിടെ ക്ഷണനം തെറ്റ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. ക്ഷണവും ക്ഷണനവും തമ്മിലുള്ള വ്യത്യാസം. ക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ ക്ഷണിക്കുകയാണ്, ക്ഷണനം എന്ന് വെച്ചാൽ മരണമാണ്. അടുത്ത ചോദ്യം ശരിയായിട്ടുള്ള വാക്യം ഏതാണെന്നാണ്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ നേടിയ, ഇത് മുൻകാല ചോദ്യമാണ്, ലബ്ധപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ ആർജിച്ച സാഹിത്യകാരനാണ്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്. ലബ്ധപ്രതിഷ്ഠ എന്ന് വെച്ചാൽ ഓൾറെഡി നേടി എന്നൊരർത്ഥം. ലബ്ധം നേടുക എന്നാണ് അർത്ഥം. അപ്പൊ അത് ഓൾറെഡി കിട്ടിയതാണ്. അതിന്റെ കൂടെ പിന്നെ നേടിയെന്നും കിട്ടിയെന്നും പറയാൻ പാടില്ല. അപ്പൊ ഇത് ഏതിലെ തെറ്റാണ്? പൗനരുക്ത്യത്തിൽ വരുന്ന തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ കേസില് ലബ്ധപ്രതിഷ്ഠ എന്ന് വെച്ചാൽ ലഭിച്ചു, ഓൾറെഡി ലഭിച്ചിട്ടുണ്ടെന്ന് ആ വാക്കിൽ തന്നെ പറയുന്നുണ്ട്, ലഭിച്ചു എന്ന്. അപ്പൊ ഓൾറെഡി ആ വാക്കിൽ തന്നെ പറയുന്നുണ്ട് ലബ്ധനാണ്, ലഭിച്ചു എന്ന്. പിന്നെ അതിന്റെ കൂടെ നേടിയ പറഞ്ഞ് തെറ്റിക്കണോ? വേണ്ട. അടുത്തത് അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. പ്രതിഷ്ഠ നേടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ലബ്ധ എന്നുള്ള വാക്കിന് പകരം ഇവിടെ നേടിയതുണ്ട്, ലബ്ധ അവിടെ വന്നിട്ടില്ല. അപ്പൊ അത് രണ്ട് ശരിയാണ്. ഇനി അദ്ദേഹം ലബ്ധ പ്രതിഷ്ഠ ആർജിച്ച, ഈ ആർജിക്കുകയും നേടുകയും സെയിം ആണ്. അപ്പൊ അതും തെറ്റാണ്. അദ്ദേഹം ലബ്ധ പ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്, ഇതും ശരിയാണ്. അപ്പൊ നമ്മുടെ 2ഉം 4ഉം ശരി. അപ്പൊ 2ഉം 4ഉം ശരി എന്ന് പറയുമ്പോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പൊ ലബ്ധ പ്രതിഷ്ഠ. ഓക്കെ, അതിൻ്റെ കൂടെ നേടിയെന്നും ആർജിച്ചു എന്നും കിട്ടിയെന്നൊന്നും പറയാൻ പാടില്ല. ലബ്ധം എന്ന് വെച്ചാൽ ലഭിച്ചു എന്നർത്ഥം. അടുത്ത ശരിയായ പ്രയോഗം നമ്മളിത് ഓൾറെഡി പദശുദ്ധിയിൽ പഠിച്ചതാണ്. പദശുദ്ധിയില് SCRT-യിലും പഠിച്ചതാണ് ക്ലാസ്സില്. പ്രവൃത്തി, ആവൃത്തി, നിവൃത്തി, വൃത്തി ചേർന്ന് വരുന്ന 3 പദങ്ങൾ ഒരുമിച്ച് പഠിച്ചു വെച്ചില്ലേ? അപ്പൊ അതിൽ വരുന്നതാണ് ശരിയായിട്ടുള്ള ഏതാണെന്ന്. അപ്പൊ ഉത്തരം മാത്രം പറയാം. പ്രവൃത്തി പരിചയം എന്നാണ് കേട്ടോ. പ്രവൃത്തി, ആവൃത്തി, നിവൃത്തിയിൽ വരുന്ന പ്രവൃത്തി പരിചയം ഉള്ളവരെ പരിഗണിക്കും ഉത്തരം. അടുത്ത ചോദ്യം ശരിയായ വാക്യം ഏതാണ്? പരമാവധി 5 ദിവസം വരെ മഴ പെയ്യാം. ശരിയാണോ അത്? പരമാവധി എന്ന് പറഞ്ഞിട്ട് ഈ വരെ എന്ന് പറയണോ? ഈ പരമാവധി എന്ന വാക്കിന്റെ അർത്ഥം അങ്ങേയറ്റം എന്നാണ്. അപ്പോ നമുക്കൊരു പരമാവധി പറഞ്ഞു കഴിഞ്ഞിട്ട് 5 ദിവസം വരെ, പിന്നെ ഒരു ലിമിറ്റേഷൻ ഇടേണ്ട കാര്യമില്ല. അങ്ങേയറ്റം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അവിടെ ഇന്നത് വരെ എന്ന് പറയണ്ട. അടുത്തത് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈ പ്രത്യേകത്തിന്റെയും എടുത്തു പറഞ്ഞുവിന്റെയും അർത്ഥം സെയിം ആയിട്ടാ വരിക. എടുത്തു പറയുന്നത് സ്പെസിഫൈ ചെയ്ത് പറയൂല്ലേ. അപ്പൊ പ്രത്യേകവും ഇതും ഒരേ അർത്ഥത്തിൽ വരുന്നത് കൊണ്ട് ഇതും പറ്റൂല. അടുത്തത് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ. അപ്പൊ ലബ്ധപ്രതിഷ്ഠ പിന്നെയും ചോദിച്ചു. പ്രതിഷ്ഠനായ കവിയാണ്. അത് ശരിയാണ്. ലഭിച്ചതും കിട്ടിയതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ശരിയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഇതിന് മുമ്പും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടിന്റെ ഒരിക്കൽ കൂടിന്റെ അർത്ഥം സെയിം ആയതുകൊണ്ട് അതും തെറ്റാണ്. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കുഞ്ചൻ നമ്പ്യാരുടെയാണ് ഉത്തരം. അടുത്തത് ശരിയായ വാക്യം കണ്ടുപിടിക്കാനാണ്. പിച്ച നടക്കുന്ന വൃദ്ധയുടെ പേരക്കുട്ടി. അപ്പൊ നമ്മൾ പദശുദ്ധി പഠിച്ചപ്പോൾ പദക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പോഴുള്ള തെറ്റ് പഠിച്ചില്ലേ? ക്രമഭംഗം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ വരുന്ന, അപ്പൊ ഇവിടെ പിച്ച നടക്കുന്ന വൃദ്ധയാണോ? വൃദ്ധയല്ലല്ലോ പിച്ച നടക്കുന്ന, പേരക്കുട്ടിയല്ലേ. അപ്പൊ ഇത് തെറ്റിപ്പോയി. കത്തിക്കരിഞ്ഞ മാനേജറുടെ വീട്. ശരിക്കും ഇവിടെ കത്തിക്കരിഞ്ഞത് വീടാണ് അല്ലെ? കർത്താവ് കർമ്മം ക്രിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതിന് തെറ്റാണ്. അപ്പൊ ഇതും തെറ്റിയത്. കാലൊടിഞ്ഞ ബിന്ദുവിന്റെ കുട നന്നാക്കി എടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുടയുടെ കാലാണ് ഒടിഞ്ഞത് അല്ലെ? ബിന്ദുവിന്റെ അല്ലല്ലോ. അതും തെറ്റാണ്. മാനേജരെ കണ്ടിട്ടും കാര്യം നടന്നില്ല. അപ്പൊ ഇത് ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത നമുക്ക് 2023 ഇപ്പൊ വരെ ചോദിച്ച വാക്യശുദ്ധിയും കൂടെ പഠിക്കാം. ഇത് സമുച്ചയ ദോഷത്തിലെയാണ്. അതായത് ദ്യോതകത്തിൽ നിപാതം, അവ്യയം ഒക്കെ പഠിപ്പിച്ചിട്ടില്ലേ? ദ്യോതകത്തിന്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടേ. അപ്പൊ അതില് ഉമ്മ ചേർത്ത് യോജിപ്പിക്കുമ്പോ 2 സ്ഥലത്ത് ഉമ്മ തന്നെ വേണം. ഓ ആണെങ്കിൽ 2 സ്ഥലത്ത് ഓ തന്നെ വേണം എന്ന് പഠിപ്പിച്ചിട്ടില്ലേ? അപ്പൊ അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നോക്ക്. കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും. അപ്പൊ ഇവിടെ വാങ്ങാനും ഇവിടെ യുമ്മും. അപ്പൊ അത് തെറ്റാണ്. കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും രണ്ടിടത്തും ന്യൂമ് വന്നിട്ടുണ്ട്. അത് ഓക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അപ്പൊ ഇത് ശരിയാണ്. അടുത്തത് കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കാനും. അപ്പൊ യുമ്മും ന്യൂമും പറ്റൂല. കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. ഈ ചും വരുമ്പോ ഒരു കണ്ടിന്യൂറ്റി വേണം. ഇത് സെന്റൻസ് തീരുമല്ലേ? അപ്പൊ ഇതും വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് തെറ്റാന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് സമുച്ചയത്തിലെ ഉമ്മ ചേർത്ത് വരുന്നത് അല്ലെ? അവിടെ ഉമ്മ ചേർത്ത് തന്നെ ഉമ്മ ചേർത്ത്
ഇവിടെയും ഇവിടെയും ചേർത്ത് യോജിപ്പിച്ചിരിക്കുന്ന ഓപ്ഷൻ ബി ഉത്തരം. അടുത്തത് ശരി ഏതാണ്? കുറച്ചു ദൂരത്തേക്ക് മുന്നിലേക്ക് നടന്നാൽ വായനശാലയിൽ എത്താം. അപ്പോ ഈ ഏക്ക് എന്നവിടെ പറയേണ്ട കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാല് മുന്നോട്ടാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അടുത്തത് കുറച്ചു ദൂരത്തേക്ക് മുന്നോട്ട് നടന്നാൽ വായനശാലയിൽ എത്താം. അവിടെയും ഇത് വരുന്നുണ്ട്. ഇനി കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിൽ എത്താം, അത് ശരിയാണ്. ഇനി കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടന്നാൽ അതും വേണ്ട. അപ്പോ ഉത്തരം ഓപ്ഷൻ സി ആണ്. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിൽ എത്താം. അപ്പൊ ഇവിടെ ഇന്നടത്തേക്ക് എന്നൊരു പ്രയോഗം ഇവിടെ വേണ്ട. അല്ലാതെ തന്നെ അവിടെ അർത്ഥം സിദ്ധിക്കുന്നുണ്ട്. ദൂരം മുന്നോട്ട് പോയാൽ കിട്ടുന്ന അവിടെ ഉണ്ട്. ഇതിന്റെ കൂടെ ഒന്നും കേക്ക് വേണ്ട. അപ്പൊ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. സത്യം പറഞ്ഞാൽ ഇവിടെ ശരിയില്ല. കാരണം എന്താന്ന് ഇന്നലത്തെ ക്ലാസ്സിലുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മള് പദശുദ്ധിയില് രാപകൽ എങ്ങനെ പഠിച്ചേ? രാവിനും പകലിനും തുല്യ പ്രാധാന്യം, പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമായാല് വിശേഷണങ്ങൾ അല്ലാതെ വരികയും ചെയ്താല് ദ്വിത്വസന്ധി ഇരട്ടിപ്പ് കാണിക്കില്ല. അതുകൊണ്ട് രാപകൽ എന്ന് മതി എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇവിടെ എല്ലാം തെറ്റാണ്. തൽക്കാലം ഇപ്പൊ PC കൊടുത്തിരിക്കുന്ന ഉത്തരം നമുക്ക് പറയാം. അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു. ഇപ്പൊ ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് ഈ രാപ്പകൽ എന്ന് വെച്ചാൽ രാവും പകലും, അതായത് ഫുൾ ടൈം പണിയെടുത്തു എന്നാണ്. ഈ അഹോരാത്രത്തിനും ഫുൾ ടൈം എന്നൊരർത്ഥമാണ്. അപ്പൊ ഒരേ അർത്ഥത്തിൽ വന്നുകൊണ്ട് പറ്റൂല. അടുത്തത്, അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു. ഇതാണ് ഉത്തരവായിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഓർക്കേണ്ട എന്താ? രാപകലാണ് ശരി കേട്ടോ. അടുത്തത്, അയാൾ രാവും പകലും അഹോരാത്രം. അപ്പൊ ഇവിടെയും തെറ്റാണ്. സത്യത്തിൽ മൊത്തം തെറ്റാണ്. അപ്പൊ എല്ലാവർക്കും വാക്യശുദ്ധിയുടെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.